പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അധികാരത്തിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചതായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തിന്റെ ലഹരിയുടെ ഹബ്ബായ കേരളത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ പല സമരങ്ങളും അല്ലെങ്കിൽ ലഹരിക്കെതിരായി വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വരുന്നു. ഇന്ന് ഈ ദിവസം വരെയും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് പൂർണ്ണമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ അകത്ത് പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അതൊന്നും ഓപ്പറേഷൻ തൂഫാനെ ബാധിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ഞാനൊരു ആശങ്കയായി പറഞ്ഞിരുന്നത്, ലഹരിയുമായി ആളുകളെ പിടികൂടുന്നുണ്ട്, വലിയ രീതിയിൽ കേരളത്തിലേക്ക് വരുന്ന ലഹരിയെ തടയുന്നുണ്ട്, എന്നാൽ പോലും എന്തായിരിക്കും അടുത്തതായി ചെയ്യുക? ലഹരിക്ക് അടിമയായ ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുക, അത് കത്തിച്ചു കളയുക, അത് നശിപ്പിച്ചു കളയുക എന്നതിനപ്പുറത്തേക്ക് ലഹരിയുടെ അടിമയായി പോയ ആളുകളെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പോകുന്നത്? അതിന് സർക്കാർ വ്യക്തമായ ഒരു പദ്ധതി വെക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് ഒരു മാസം നമ്മൾ തന്നെ നേരത്തെ എടുത്ത വീഡിയോകളിലൊക്കെ സംസാരിച്ചത് ഈ തൂഫാൻ സംബന്ധമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളതായിരുന്നു. അതിന് ഒരു ലഹരിയെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ലഹരിക്ക് അടിമയായ ആളുകളെ തിരികെ കൊണ്ടുവരിക എന്നാണ്. പ്രത്യേകിച്ച് ഒരു 15 അല്ലെങ്കിൽ 10 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള യുവാക്കളെ അല്ലെങ്കിൽ കുട്ടികളെയും യുവാക്കളെയും എങ്ങനെയാണ് തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് മുകളിലേക്കുള്ളവരെയും കൊണ്ടുവരണം. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് കുട്ടികളെയും യുവാക്കളെയൊക്കെയാണ്. അപ്പോൾ ഇപ്പൊ തൂഫാൻ കെയർ എന്ന പേരിൽ പുതിയൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാര്യം ഓപ്പറേഷൻ തൂഫാന്റെ സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, രമേശ് ചെന്നിത്തല കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും നാക്കുപിഴയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും തൂഫാൻ എന്ന് പറയുന്നത് പല രീതിയിൽ അതിന്റെ അകത്ത് എടുത്തു പറയേണ്ടത് കേരള പോലീസിനെയാണ്. 10 വർഷം പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ഒറ്റ ഓപ്പറേഷൻ തൂഫാനിലൂടെ കേരള പോലീസ് ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇനി ആരോഗ്യ മേഖലയെ കൂടി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തൂഫാൻ കെയർ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ തന്നെയല്ലേ? തീർച്ചയായും തൂഫാൻ കെയർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെയും പല സർക്കാരുകളും ഈ ലഹരി വിരുദ്ധ നടപടികളൊക്കെ എടുത്തിരുന്നെങ്കിലും നമ്മുടെ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് തൂഫാൻ എന്നുള്ള പേരിട്ട് അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അത് ഒരു തീരുമാനം തന്നെയായിരുന്നു. ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ നമുക്ക് പലർക്കും സംശയം ഉണ്ടായിരുന്നത് ഇത് എത്രത്തോളം പോകും, എത്ര കാലം പോകും, ഇത് എപ്പോഴും ഇങ്ങനെ പല പദ്ധതികളും നേരത്തെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ അങ്ങ് പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. വളരെ കൃത്യമായി എല്ലാ പല വകുപ്പുകളെയും പോലീസ്, എക്സൈസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഇതിലൊക്കെ ഉൾപ്പെടുത്തി എല്ലാ വകുപ്പുകളെയും ചേർത്തുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത്. അതുമാത്രമല്ല റെയ്ഡുകൾ ഏത് തലത്തിൽ വരെ എത്തുമെന്നും ഉള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പങ്കുവെച്ച ഒരു സംശയമായിരുന്നു, ഈ ലഹരി കിട്ടുന്നത് നിർത്തിക്കുന്നു, അതായത് ലഹരി വിതരണം നിർത്തുന്നു, അതോടുകൂടി ഇത്രയും കാലം ലഹരിക്ക് അടിമപ്പെട്ട പിള്ളേരെ എങ്ങനെ, അല്ലെങ്കിൽ പിള്ളേരെല്ലാം ആരായാലും വ്യക്തികളെ എങ്ങനെ, അത് ഇനിയുള്ള കാലം അവർ എന്ത് ചെയ്യും, അല്ല അവർക്ക് അതിൻ്റെതായ പരിഗണന കൊടുക്കണം, അവരെ കെയർ ചെയ്യണം എന്നുള്ളത്. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. തൂഫാൻ വാരിയർ, തൂഫാൻ സ്ട്രൈക്കേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കൂടാതെ തൂഫാൻ കെയർ കൂടിയാണ് ഇപ്പൊ ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാരിയറിനപ്പുറത്തേക്ക് തൂഫാൻ കെയർ തന്നെയാണ്. ഇപ്പോ ഏതെങ്കിലും ഒക്കെ തരത്തിൽ 5 വർഷമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പെട്ടെന്ന് അവർക്ക് ലഹരി കിട്ടാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ലഹരി എത്തരുത് എന്ന വ്യക്തമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കണ്ട് കൈകോർത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് ലഹരി എത്തുക അത്ര എളുപ്പമല്ല. ഒരിക്കലും എത്തില്ല എന്നല്ല, എത്തുന്നത് അത്ര എളുപ്പമല്ല. അതിർത്തികളിലൊക്കെ വളരെ കൃത്യമായിട്ട് വല വിരിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് വളരെ കർശനമായ ചെക്കിംഗ് ആണ് എല്ലാ അതിർത്തികളും നടക്കുന്നത്. ഇപ്പോ വിദ്യാർത്ഥികളെ തന്നെ എടുത്താൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ, ലഹരിക്ക് അടിമയായ ഒരാൾ, ചിലപ്പോൾ പാരന്റ്സിന് അറിയണമെന്നില്ല ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന്, സ്കൂളിലും അറിയണമെന്നില്ല. എന്നാൽ പഴയ പോലെയല്ല, ലഹരി പെട്ടെന്നൊന്നും ഞങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവരെന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്? അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും കൂടുതൽ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇവര് മാതാപിതാക്കളെ അറിയാതെ പലരും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. അവർക്കിത് കിട്ടാതെ വരുമ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്. കാരണം അക്രമാസക്തമാകാം, വീട്ടുകളിൽ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വളരെ ഭീകരമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകം ഈ തൂഫാൻ കെയർ വരണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, ഇവരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടോ ഇവരെ കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള ഫൈൻ ഈടാക്കിട്ടോ യാതൊരുവിധ കാര്യമില്ല. അത് സത്യം പറഞ്ഞാൽ അത് സർക്കാർ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം സാധാരണഗതിയിൽ 5 കിലോ കഞ്ചാവുമായി പിടിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ജാമ്യക്കാരനല്ലോ, 1-2 ജാമ്യക്കാരും കുറച്ച് പൈസയും അടച്ചാൽ പോകാം.
പക്ഷെ അങ്ങനെ പൈസ നൽകിയത് കൊണ്ട് ഇപ്പൊ ഒരു വിദ്യാർത്ഥി ഉദാഹരണത്തിന് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പിടിക്കുന്നു, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിടിക്കുന്നു. ആ കുട്ടി അല്ലെങ്കിൽ 18 വയസ്സായ ഒരു കുട്ടിയെ പിടിക്കുന്നു. 18 വയസ്സ് കഴിയുന്ന ഒരാളെ പിടിക്കുന്നു, 5 അല്ലെങ്കിൽ 50,000 രൂപ പിഴ അടയ്ക്കാൻ പറയുന്നു. ഈ പൈസ നൽകുന്നത് വീട്ടുകാരാണ്. ഈ കൊച്ചൊന്നും അറിയാൻ പോകുന്നില്ല. അത് ഇറങ്ങിയതിനു ശേഷം വീണ്ടും ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. അല്ലെങ്കിൽ ഇനി ഈ വീട്ടുകാർ പൈസ ചോദിക്കുകയാണെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായും ചിന്തിക്കാൻ പോകുക ഈ ലഹരി വിറ്റുകൊണ്ട് തന്നെയായിരിക്കും ഈ കടം വീട്ടാൻ ആ കുട്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതൊന്നും ശരിയല്ല. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത്. എങ്ങനെയെങ്കിലും ഇവരെ ഇതിൽ നിന്നൊക്കെ മുക്തമാക്കണം. കേരളത്തിലെ 35ഓളം ആശുപത്രികൾ ഇതിനു വേണ്ടി സജ്ജരാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആശുപത്രി, അതാണ് ഞാൻ 30ഓളം ആശുപത്രികൾ ഞാൻ പറയുന്നത്. ആരോഗ്യ മേഖല കൂടി ഒപ്പം നിന്നാൽ മാത്രമേ, അതിപ്പോ ആരോഗ്യ വകുപ്പ് മന്ത്രിയാകട്ടെ, ഡോക്ടർമാരാകട്ടെ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാവട്ടെ, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ. കാര്യം സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റും സ്കൂളുകൾ, അതും ചെന്നിത്തല പറയുന്നുണ്ട്, സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റിന്റെയും സേവനം ലഭ്യമാക്കണം. എല്ലാ സ്കൂളുകളിലും ഇപ്പൊ കൗൺസിലർമാരുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരാളുണ്ടാകും. അവർ വ്യക്തമായി കുട്ടികളുമായി ഒന്ന് ഇന്ററാക്ട് പോലും ചെയ്യാറില്ല. പലപ്പോഴും സ്കൂളിൽ കൗൺസിലർമാരെ വെക്കുമ്പോൾ പറയുന്നത് വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്ന ഇവർക്കാണ്. പക്ഷെ ക്ലാസ്സിലെ അധ്യാപകർക്ക് അറിയാവുന്നതിന്റെ 10% പോലും അവർക്ക് അറിയില്ല. അപ്പൊ അതൊന്നും ഫലം കണ്ടിട്ടില്ല. ഇതുപോലെ വലിയ രീതിയിൽ വലിയ പദ്ധതികളുമായിട്ടാണ് കൗൺസിലർമാരെ നിയമിച്ചതൊക്കെ. പക്ഷെ അതൊന്നും എവിടെ എത്തിയിട്ടില്ല. അതുപോലെ ആകരുത്. സ്കൂളുകളിലേക്ക്, എല്ലാ സ്കൂളുകളിലേക്കും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട്. സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും സ്കൂളുകൾ നിയമിക്കേണ്ട സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ കൊണ്ടൊരു അവയർനെസ് കൊടുത്താൽ മാത്രം ശരിയാകുമോ എന്ന അങ്ങനെ ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ സ്കൂളിന്റെ പരിസരം, സ്വാഭാവികമായി ഇപ്പൊ പോലീസിന് അറിയാമായിരിക്കും ഏതൊക്കെ സ്കൂളുകളിലായിരിക്കും ഇത്തരത്തിൽ ഡ്രഗ്സ് വിൽപ്പനയുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പിടിച്ചത്. അത്തരം സ്കൂളുകളിൽ കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, കൂടുതൽ ആളുകളെ നിയമിക്കേണ്ടി വരും. അപ്പം സർക്കാരിന് ഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ അകത്തുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും നന്നായി ചെയ്യുകയും വേണം. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ 1 മാസത്തിലധികമായി ഈ തൂഫാൻ പദ്ധതി തുടങ്ങിയിട്ട്, അപ്പോ ശരിക്കും ഇത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് പലർക്കും ഇതിപ്പോ തീരെ കിട്ടാതെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ഇവര് ഈ സ്വഭാവം മാറുന്നതും പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ പറയുന്നതും വീടുകളിൽ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നതിലൊക്കെ മാറ്റം വരുമായിരിക്കും. അതിലൊരു മാറ്റം വരുന്നത് അത് കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ അത് കൃത്യമായിട്ട് സർക്കാരിന്റെ അടുത്ത് അറിയിക്കുകയും വേണം. അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ജനങ്ങൾ അറിയുകയും വേണം. കാരണം വീട്ടിലെ കുട്ടിക്ക് സ്വഭാവം മാറി എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, ഇത് ഇന്ന കാരണം കൊണ്ടാണോ എന്നുള്ളത് അറിയാൻ കൂടി വേണ്ട. അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ തൂഫാൻ കെയർ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നതിന് മുൻപ് സ്കൂളുകളിൽ രക്ഷകർത്താക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ഏതൊക്കെ രീതിയിലായിരിക്കും കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ, ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടാതെ ആകുമ്പോൾ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഒരിക്കലും എന്റെ വീട്ടുകാർക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് അറിയില്ല ഞാൻ ലഹരിക്ക് അടിമയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടാതെ വരുമ്പോഴായിരിക്കും ഞാൻ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്നത് സാധാരണ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഒരിക്കലും ചിന്തിക്കില്ല എന്റെ മോൾ അല്ലെങ്കിൽ മോൻ ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണെന്ന്. അവർ ഇന്നും നമ്മള് 21ാം നൂറ്റാണ്ടാണെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും കുഞ്ഞിന്റെ പുറത്ത് ബാധ കയറിയതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ പറഞ്ഞാൽ എന്റെ മകളുടെ ഭാവി, പെൺകുട്ടിയാണെങ്കിൽ ചിന്തിക്കും അവളുടെ മകളുടെ ഭാവിയെ ചിന്തിക്കില്ല, ഭ്രാന്ത് പിടിച്ചതുപോലെ കാണിക്കാൻ കുട്ടികൾ. അപ്പൊ അതിനൊക്കെ പ്രോപ്പർ ആയിട്ട് ആദ്യം പാരന്റ്സിന് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ഒരു ചീത്ത പറയുന്നതിനൊക്കെ ആയിരിക്കും ഇവർ റിയാക്ട് ചെയ്യുന്നത്, വേറെ രീതിയിലായിരിക്കും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അതൊക്കെ കണ്ണുപോയി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ആശുപത്രികൾ അതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം 30ഓളം ആശുപത്രികൾ സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടി ഈ അടുത്ത കുറച്ച് സമയമായി അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്, ലഹരി കിട്ടാതിരിക്കുകയും പാരന്റ്സിന് ഇത് മനസ്സിലായി കുട്ടി എന്തോ ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകളുടെ ഈഗോ കാരണം മറ്റുള്ളവർ അറിഞ്ഞാൽ എന്റെ കുട്ടിയുടെ ഭാവി എന്താകുമെന്ന ചിന്ത, മറുവശത്ത് പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്, ഇത് നമ്മുടെ വീട്ടിൽ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് വെക്കുകയും ഇവർ പല രീതിയിൽ കുട്ടിയെ വീട്ടിൽ വെച്ച് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതൊന്നും ഫലങ്ങളില്ല. ഒന്നുകിൽ ആ കുട്ടി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തും. അപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക എത്രയും പെട്ടെന്ന്. ഇപ്പൊ ഒരിക്കലും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ആരാണോ വിവരം നൽകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ലഹരിക്ക് അടിമയാകുന്നത്. അവരുടെ വിവരങ്ങൾ ഹോസ്പിറ്റലിൽ മറ്റാർക്കും പങ്കുവയ്ക്കാതിരിക്കുക. അത് മാധ്യമങ്ങൾക്കാകട്ടെ, ആഭ്യന്തര വകുപ്പിന് നൽകാം, പോലീസിന് നൽകാം.
അതിനപ്പുറത്തേക്ക് ആർക്കും നൽകാതിരിക്കുക. ഒരു സ്കൂളിൽ ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അത് അറിയാതിരിക്കുക. കാര്യം ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് പറയും നീ അവരുമായി കൂട്ടുകൂടണ്ട, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കെയർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നന്നായി കെയർ ചെയ്യുമ്പോഴും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയത്. കാര്യം വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ചിന്തിക്കുന്നത് ചെറിയ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാനുള്ള സമയം കിട്ടില്ല. പക്ഷെ ചിലപ്പോൾ ഈ ചെറിയ കാര്യങ്ങളായിരിക്കാം കുട്ടികളുടെ ജീവൻ എടുക്കുന്നത്. എന്തായാലും ഈ പുതിയൊരു തൂഫാൻ കെയർ ആരംഭിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇത് എങ്ങനെ പോകുമെന്ന്, എന്താണ് ഇതിന് ഒരു ഭാഗം ഇതൊക്കെ നിർത്തലാക്കുന്നതിന് കൂടെ എന്ത് സംഭവിക്കും, മറുഭാഗം കൂടി ചിന്തിച്ചുകൊണ്ട് വളരെ കൃത്യമായ തീരുമാനം എടുക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എല്ലാ വകുപ്പുകളും ചേർന്ന് നടത്തുന്ന തൂഫാൻ പദ്ധതി വളരെയേറെ മുന്നോട്ട് പോകുന്നു. ഈ ലഹരി അടിമകളെയെല്ലാം അല്ലെങ്കിൽ ലഹരി വിതരണത്തെ പൂർണ്ണമായി നിർത്തലാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് കരുതുന്നത്.